BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. അല്ല, ഞങ്ങൾ സാധാരണ ഈ സാമുദായിക സംഘടനകളുടെ യോജിപ്പും വിയോജിപ്പിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. സമുദായ ഐക്യം നല്ലതാണ്, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ അങ്ങനെ ഐക്യം ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവർക്കെതിരാവരുത്. പിന്നെ ഈ ഐക്യം ഉണ്ടായത് UDF ബാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്നൊരു കാര്യം പറഞ്ഞിരുന്നു, ഇലക്ഷൻ ഇനിയും സമയമുണ്ടല്ലോ. ഏതായാലും ഐക്യം ഉപേക്ഷിച്ചുവെന്ന് ആണ് ചാനൽ വാർത്തകളെന്ന് മനസ്സിലാവുന്നത്. അതിൻ്റെ മുഖ്യ കാരണമായിട്ട് മനസ്സിലാക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി അങ്ങോട്ട് അയക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി SNDPയുടെ വൈസ് പ്രസിഡൻ്റ് ആണെങ്കിലും BJPയുടെ ഘടകകക്ഷിയായ BDJSൻ്റെ ചെയർമാൻ കൂടിയാണ്, NDAയുടെ അംഗമാണ്. അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അതൊരു BJP ലൈനിലേക്ക് പോകുമോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ട് NSSന് ഉണ്ടായി കാണും. പിന്നെ ശ്രീ സുകുമാരൻ നായർ എല്ലാ കാലത്തും ഒരു BJP സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് ഇതൊരു മുന്നാക്ക സമുദായത്തിൻ്റെ സംഘടനയായിട്ട് പോലും BJPയുമായിട്ട് ഒരു സഹകരണം ഒരു കാലത്തും അദ്ദേഹം നടത്തിയിട്ടില്ല. ഇപ്പം മന്നം ജയന്തിക്ക് തന്നെ സാധാരണ ഒന്നുകിൽ രാഷ്ട്രീയക്കാർ വരികയാണെങ്കിൽ തന്നെ അത് UDFകാരായിരിക്കും. ഏതായാലും BJPക്കാരെ അവിടെ അധികം സാധാരണ ഈ ഫംഗ്ഷൻ പങ്കെടുപ്പിക്കാറില്ല. അപ്പോൾ ഒരു BJP ലൈനിലേക്ക് പോകുന്നു എന്ന സംശയം NSS ഡയറക്ടർ ബോർഡിനുണ്ടായപ്പോൾ അവർ ഐക്യകണ്ഠേന ഇങ്ങനൊരു ഐക്യം വേണ്ടാന്ന് തീരുമാനിച്ചു.